ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ LGS എക്സാമിന് പഠിക്കേണ്ട ന്യൂ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. LGSൻ്റെ സിലബസ് വെച്ച് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഓൾഡ് SCERT ചാപ്റ്റേഴ്സ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും അതിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എടുത്ത് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ന്യൂ SCERT ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. LGSൻ്റെ സിലബസ് എല്ലാവരുടെ കയ്യിലുള്ളേ? അഥവാ സിലബസ് കയ്യിലില്ലാത്തവരാണെങ്കിൽ സിലബസ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് വേണം പഠനം തുടങ്ങാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഇതാണ് ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നത്. ആദ്യത്തെ മൊഡ്യൂളിന് 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യത്തെ മൊഡ്യൂളിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് ഇനി പറയാം. ആദ്യം പഠിക്കേണ്ടത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും. 8ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ അധ്യായം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. പിന്നീട് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം. അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായമാണ്. 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഇത്രയും ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചിരിക്കാം. അടുത്തത് 2ാമത്തെ മൊഡ്യൂളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇത് 2ാമത്തെ മൊഡ്യൂളാണ്. 2ാമത്തെ മൊഡ്യൂളിനും 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സാണ് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഈ 2 ചാപ്റ്ററുമാണ് 2ാമത്തെ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ്. ഇനി 3ാമത്തെ മൊഡ്യൂൾ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. സിലബസിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷനാണ്. 5 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് ജനങ്ങൾ ജനങ്ങളാൽ. 5ാം ക്ലാസ്സിലെ തന്നെ 11ാമത്തെ അധ്യായം നിയമവും സമൂഹവും. 6ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം രാഷ്ട്രവും ഗവൺമെൻറ്റും. 6ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ അധ്യായം ഭരണഘടനയ്ക്ക് ഒരു മുഖവുര. അടുത്തത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും. 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. 8ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ അധ്യായം ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. 9ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ അധ്യായം ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. 9ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ അധ്യായം ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. 10ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഇത്രയും ചാപ്റ്റേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് 3ാമത്തെ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ്. അടുത്തത് 4ാമത്തെ മൊഡ്യൂൾ നോക്കാം. ഇന്ത്യൻ ജോഗ്രഫിയാണ്. 5 മാർക്കാണ് ഇന്ത്യൻ ജോഗ്രഫിക്ക്. ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് നോക്കാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സാണ് ഇനി പറയാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ 6ാം അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ലോകത്തിൻ്റെ നെറുകയിൽ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ. 9ാം ക്ലാസ്സിലെ തന്നെ 3ാമത്തെ അധ്യായമാണ് ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി. 9ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം മണലാരണ്യത്തിലൂടെ. 9ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമാണ് തീരങ്ങളിലൂടെ. ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇന്ത്യൻ ജോഗ്രഫിയുമായി SCERT നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5ാമത്തെ മൊഡ്യൂളാണ്
അഞ്ചാമത്തെ മൊഡ്യൂൾ കേരള ജിയോഗ്രഫിയാണ്. കേരള ജിയോഗ്രഫിക്ക് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് എന്നിവയാണ് കേരള ജിയോഗ്രഫിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ SCERT ചാപ്റ്റേഴ്സ് നമുക്ക് 2 ഈ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കാനുള്ളൂ. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് അല്ലെങ്കിൽ റാങ്ക് ഫയലൊക്കെ വെച്ചിട്ട് ബാക്കി ഭാഗം കൂടെ കവർ ചെയ്യണം. SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നാടറിയാം. 8ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ അധ്യായം നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം എന്നിങ്ങനെ 2 ചാപ്റ്റേഴ്സ് മാത്രമാണ് കേരള ജിയോഗ്രഫിയുമായിട്ട് SCERTയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് 6ാമത്തെ മൊഡ്യൂളാണ്. 6ാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിക്ക് 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, ഇവയാണ് നമുക്ക് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. 5 മാർക്കാണ് കേരള ഹിസ്റ്ററിക്ക്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. 7ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായം ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. 8ാം ക്ലാസ്സിലെ 8ാം അധ്യായം ദേശീയ പ്രസ്ഥാനവും കേരളവും. അടുത്തത് 7ാമത്തെ മൊഡ്യൂൾ. 7ാമത്തെ മൊഡ്യൂളിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് 7ാമത്തെ മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. 7ാമത്തെ മൊഡ്യൂളിന് 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതുപോലെ കലാ സാംസ്കാരിക മേഖലകളിൽ സാംസ്കാരിക കേന്ദ്രങ്ങളെ പറ്റിയും കലകളെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖലകളിൽ പഠിക്കാനുള്ളത്, രാഷ്ട്രീയ മേഖലകളിലാണെങ്കിൽ നിലവിലെ മന്ത്രിമാരെ പറ്റിയും മന്ത്രിസഭയെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇപ്പം ഇലക്ഷനൊക്കെയാണ് വരുന്നത്, അപ്പം അതിൻ്റെ അപ്ഡേഷനും കൂടെ കൂട്ടി പഠിക്കേണ്ടി വരും. സാമ്പത്തിക മേഖലയിലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരിക. പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, അങ്ങനെ വരുന്ന SCERTയിൽ വരുന്ന ഭാഗങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാം. സാഹിത്യ മേഖലയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാറ്. നോബൽ പ്രൈസ്, ജ്ഞാനപീഠം തുടങ്ങിയ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കണം. അടുത്തത് കായിക മേഖല. കായിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പറ്റിയും കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 7ാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പണവും സമ്പദ് വ്യവസ്ഥയും. 10ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. ഇത്രയും ചാപ്റ്റേഴ്സാണ് 7ാമത്തെ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ്. അടുത്ത മൊഡ്യൂൾ വരുന്നത് ജീവശാസ്ത്രമാണ്, ബയോളജിയാണ്. 5 മാർക്കാണ് ബയോളജിക്ക്. അതിൽ വരുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പം ബയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റേഴ്സാണ് ഇനി പറയുന്നത്. ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ദഹനവും പോഷക സംവഹനവും. 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ചലനത്തിന് പിന്നിൽ. 10ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ജീവന്റെ ജനിതകം. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം സംവേദകങ്ങൾക്ക് പിന്നിൽ. 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ജീവികളിലെ രാസസംവേദനം. 6ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ആഹാരത്തിലൂടെ ആരോഗ്യം. ഇത് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അടുത്തത് 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം വിളയിക്കാം 100 മേനി. ഇത് വരുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. അടുത്തത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം. അത് നമുക്ക് വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം എന്നീ ഭാഗത്ത് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം. അതുപോലെ 7ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായമാണ് പരിസ്ഥിതിയെ നോവിക്കാതെ. അതുപോലെ 8ാം ക്ലാസ്സിലെ 17ാമത്തെ അധ്യായമാണ് വൈവിധ്യങ്ങളുടെ സൗന്ദര്യം.
10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഈ അവസാനം പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സാണ്. അടുത്ത മൊഡ്യൂള് ഫിസിക്സും കെമിസ്ട്രിയാണ്. ഫിസിക്സും കെമിസ്ട്രിക്കൂടെ 5 മാർക്കാണ്. അതിലാദ്യം കെമിസ്ട്രി നോക്കാം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. ഇങ്ങനെ ആദ്യത്തെ 5 ഭാഗമാണ് കെമിസ്ട്രിക്ക് വരുന്നത്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സാണ് ഇനി പറയാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ആറ്റത്തിൻ്റെ ഘടന. 8ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ലോഹങ്ങൾ അലോഹങ്ങൾ. 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ലോഹങ്ങൾ. 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമാണ് മൂലകങ്ങളും സംയുക്തങ്ങളും. 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം പീരിയോഡിക് ടേബിൾ. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ വിന്യാസം. 10ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ. 8ാം ക്ലാസ്സിലെ 15ാമത്തെ അധ്യായമാണ് പദാർത്ഥങ്ങളുടെ രസതന്ത്രം. ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സ്. അടുത്തത് ഫിസിക്സിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഫിസിക്സുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സാണ് ഇനി പറയുന്നത്. 9ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം പ്രവൃത്തിയും ഊർജവും. 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ഊർജ സ്രോതസ്സുകൾ. 7ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം താപം നിത്യജീവിതത്തിൽ. 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ചലനവും ബലവും. 8ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം മർദ്ദം. 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്ലവക്ഷമ ബലം. 6ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ചലനം നിത്യജീവിതത്തിൽ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ചലന സമവാക്യങ്ങൾ. 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമാണ് ചലന നിയമങ്ങൾ. 9ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ അധ്യായം ഗുരുത്വാകർഷണം. 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം പ്രകാശം പ്രതിപതിക്കുമ്പോൾ. 8ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായം ഗോളീയ ദർപ്പണങ്ങൾ. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം പ്രകാശത്തിൻ്റെ അപവർത്തനം. 9ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ശബ്ദം. 10ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ശബ്ദ തരംഗങ്ങൾ. 10ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ലെൻസുകൾ. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. 5ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം കയ്യെത്തും ദൂരത്ത് ആകാശം. 7ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമാണ് ആകാശവിസ്മയങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സ്. അടുത്ത മൊഡ്യൂള് പൊതുജനാരോഗ്യം. 10 മാർക്കാണ് പൊതുജനാരോഗ്യത്തിന്. ഇത് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. ബയോളജിക്ക് 5 മാർക്കുണ്ട്, പൊതുജനാരോഗ്യം 10 മാർക്ക്, അങ്ങനെ ബയോളജി 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പൊതുജനാരോഗ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 5ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം വ്യാധികൾ പടരാതിരിക്കാൻ. 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. 6ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്രത്യുൽപാദനം ആരോഗ്യം. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് LGSൻ്റെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അതുപോലെ ഓൾഡ് SCERTയിൽ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, അത് ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. SCERT ചാപ്റ്റേഴ്സ് റിവിഷൻ വേണ്ടവർ ചാനലിലൊന്ന് കയറി നോക്കുക. ചാനലിൽ SCERT ചാപ്റ്റേഴ്സ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.